സോനറ്റ് HTK പ്ലസ് വേരിയന്റ് വരുന്ന IMT ക്ലച്ച്ലെസ് ഗിയറുള്ള ഓപ്ഷൻ. ഓക്കെ, 2023 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 2020 മോഡലാണ്. ഡീസൽ 4 വീൽ ഡ്രൈവ് മാനുവൽ. ഡീസൽ മാനുവൽ 4 വീൽ ഡ്രൈവ് ആണ്. 20 മോഡൽ വാഹനം. നല്ല ടയേഴ്സ് ആണ് സാറിന്റെ. ഷേപ്പ് വരുന്ന ഫോർച്യൂണർ 4 വീൽ ഓട്ടോമാറ്റിക് ആണ്. 4 വീൽ ഓട്ടോമാറ്റിക്. അതെ. ഓക്കെ, 17 പറഞ്ഞ 17 മോഡൽ. വീൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ടയേഴ്സ് ഒരു 70-80% ടയേഴ്സ് ബാലൻസ് വരുന്നുണ്ട്. എക്സോസ്റ്റ് വരുന്നുണ്ട്. ചെറിയ ക്ലെയിം ഉണ്ട്. ബാക്ക് ബമ്പറും ഒരു ബ്രേക്ക് ലൈറ്റും റീപ്ലേസ് ഉണ്ട്. ലെഫ്റ്റാ റൈറ്റാ? ബ്രേക്ക് ലൈറ്റ് ഏതാ പോയത്? ലെഫ്റ്റ്. റൈറ്റ്, സോറി. ഇതാ 2 പുലിക്കുട്ടികൾ. ഏത് വേണം നിങ്ങൾക്ക്? അപ്പോൾ ഈ സ്റ്റോക്ക് വരുന്നത് കാർ സ്റ്റോറിയിലാണ്, കോഴിക്കോട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ചോദിച്ചറിയാം. സ്വാഗതം ചെയ്യാം ഷെറുബ് ഭായ്. നമസ്കാരം. സ്വാഗതം. സുഖല്ലേ? അടിപൊളി. ഓക്കെ, കുറച്ച് കൊടുത്തോ. ഓക്കെ. അപ്പോൾ താറ് ജിംനി 2 ഐറ്റംസ്. ഇത് മാത്രമല്ല, ഏതൊക്കെ ഉണ്ട് നമുക്ക് ഇന്ന് കാണിക്കാൻ? പ്രീമിയം ഓപ്ഷൻസിനെക്കാട്ടും കൂടുതൽ കോമ്പാക്ട് SUV-കളുണ്ട്. പ്രീമിയം ഒരു 2 വണ്ടി 3 വണ്ടിയാണ് പ്രീമിയം സെഗ്മെന്റിലുള്ളത്. ഫോർച്യൂണർ എന്തായാലും ഉണ്ടാവുമല്ലോ നമ്മൾ. കൂടാതെ ഇന്നത്തെ സ്പെഷ്യൽ ഇവരാണല്ലേ സ്പെഷ്യൽ ഗസ്റ്റ്. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ഇരിങ്ങാടപ്പള്ളിയാണ്. കോഴിക്കോട് ജില്ലയിൽ വയനാട് റൂട്ടിലായിട്ടാണ് വരുന്നത് അല്ലേ? ഇരിങ്ങാടപ്പള്ളി. ഓക്കെ, കാർ സ്റ്റോറി എന്നാണ് ഷോറൂമിൻ്റെ പേര്. പിന്നെ മോഡൽ കൂടിയ വാഹനങ്ങൾ തന്നെയാണ് അധികം ഉണ്ടാവുന്നത്. കേരള വണ്ടികൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കൂടുതലും. ഓക്കെ, അതുകൊണ്ട് തന്നെ കമ്പനി വാറണ്ടി ഒക്കെ തന്നെ ലഭിക്കുന്ന വാഹനങ്ങളായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ വിശേഷങ്ങൾ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, നമുക്ക് ഇതിൽ തന്നെ തുടങ്ങാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ താറുണ്ട്, ജിംനിയുണ്ട്. താറിൽ തുടങ്ങാം ആദ്യം. താർ എങ്ങനെ ഡീറ്റെയിൽ വരുന്നത്? വണ്ടിപ്രാന്തന്മാരുടെ 2. അതെ, തീർച്ചയായിട്ടും. അത് 2 നല്ല അടിപൊളി ഓഫ് റോഡ് വെഹിക്കിൾസ് അല്ലേ? അതെ. ഓക്കെ, 2 സ്റ്റൈലിലാണ്. നമ്മൾ പല വീഡിയോസിൽ 2 കണ്ടിട്ടുണ്ടാവും അല്ലേ? അതെ. ഇതെങ്ങനെയാ താർ എങ്ങനെ ഡീറ്റെയിൽ? താർ 2020 മോഡലാണ്. ഡീസൽ 4 വീൽ ഡ്രൈവ് മാനുവൽ. ഡീസൽ മാനുവൽ 4 വീൽ ഡ്രൈവ് ആണ്. 20 മോഡൽ വാഹനം. നല്ല ടയേഴ്സ് ആണ് സാറിന്റെ. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. ആഡ്വാൻസ് വന്നിട്ടുണ്ട്. ഗ്രില്ല് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലിപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ റൂഫ് കാരിയർ വന്നിട്ടുണ്ട്. സീറ്റ് ഇന്റീരിയർ അഡീഷണൽ ലെതർ സീറ്റ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ക്ലാഡിങ്സ് വരുന്നുണ്ട് സൈഡിൽ വരുന്ന ബമ്പറിന്റെ സൈഡിലും ഈ ഒരു ക്ലാഡിങ്സ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുള്ളതാണ്. മൊത്തത്തിൽ അടിപൊളി LED ലൈറ്റ്. അതെ, LED ലൈറ്റ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കോസ്മെറ്റിക് ചേഞ്ചസ് വരുത്തിയിട്ടുള്ള ഒരു താറാണ്. നിയമപരമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ചേഞ്ചസ് ആണ്, വേറൊന്നുമില്ല. ഓക്കെ, 20 മോഡല്. എത്ര കിലോമീറ്റർ ഓടി? 31. ഓക്കെ, 4 വീൽ മാനുവൽ ഡീസൽ. 31,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, എത്രയാ അതിന് ചോദിക്കുന്നത്? 13,80,000. 13,80 ഇത്ര അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ കാര്യമുണ്ട്. വില ഒന്നിനും നമ്മൾ ഫൈനൽ പറയില്ലല്ലോ. ഇവിടെ ഫൈനലെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാത്തിനുള്ള വിലയാണ്. അപ്പോൾ അടുത്തതാ ജിംനിയിലേക്ക് വരാം. ജിംനി ഏതാ മോഡലൊക്കെ? ജിംനി 2023 മാനുഫാക്ചറിങ്, 2024 8ാം മാസം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. അപ്പോൾ 2027 8ാം മാസം വരെ നിങ്ങൾക്ക് കമ്പനി വാറണ്ടിയിൽ അണ്ടർ വാറണ്ടി വരുന്നതാണ്. ഏറ്റവും ടോപ്പ് എൻഡ് ആൽഫ വേരിയന്റ് ആണ് വരുന്നത്. ജിംനിന്റെ ഏറ്റവും ഒരു മൂവിങ് കളറാന്ന് തോന്നുന്നു. ഇതൊരു ഓരോ വണ്ടിക്ക് ഒരു യൂണിക് കളർ ഉണ്ടാവില്ല. ജിംനിയിൽ കാണാൻ ഭംഗിയുള്ള കളേഴ്സിലെ ഒരു കളറാണിത്. ഓക്കെ, അപ്പോൾ എന്തായാലും കമ്പനി വാറണ്ടിയിൽ എടുക്കുന്ന ജിംനിയാണ്. ഏതാ? ആൽഫ ആണ്. ആൽഫ മാനുവൽ പെട്രോൾ. ജിംനി പെട്രോൾ ഓപ്ഷൻ, മാനുവൽ പെട്രോൾ അല്ല ആൽഫ. ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. എത്ര ഓട്ടം പോയി ഇപ്പോൾ? 8,000 കിലോമീറ്റർ. 8,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ഒരു ഷോറൂം കണ്ടീഷൻ ഒക്കെ പറയാൻ പറ്റിയ ഒരു പുതിയ വണ്ടി എടുക്കുന്ന സെയിം ഫീൽഡിൽ എടുക്കാൻ പറ്റുന്ന അത്രയും ചെറിയ 8,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ, എത്ര ഇതിന്റെ പ്രൈസ്? 12 ലാഖാണ് നമ്മൾ ആസ്കിങ്. 12 ലക്ഷം. നമുക്ക് ആൽഫ 2024 മോഡൽ. 8,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി.
മറ്റത് താറ് 2020 മോഡൽ 4 വീൽ മാനുവൽ ഡീസലാണ്. അതിന് ചോദിച്ചത് 13.5 അല്ലേ? 1380. സോറി 1380 ആണ്. 1380. ഇത് 12 ലക്ഷം രൂപ. പ്രൈസ് നമുക്ക് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. നോക്കിയിട്ട് ചെയ്ത് ഫൈനൽ പ്രൈസ് ഇല്ല, നേരിട്ട് വരികയാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം, ഇരുന്നിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ധൈര്യമായിട്ട് വരാം. പുതിയ വാഹനങ്ങളാണ്, ഇതാണ് വാറണ്ടിയിൽ തന്നെ നിൽക്കുകയാണ്. അതെ അതെ. KL11 കോഴിക്കോട് വണ്ടി തന്നെയാണ് അല്ലേ? കോഴിക്കോട് റേസ് 23 മോഡൽ. ബാക്കി എങ്ങനെ ഡീറ്റെയിൽ? സോനറ്റ് HTK പ്ലസ് വേരിയന്റ് വരുന്ന IMT പ്ലസ് ഗിയറുള്ള ഓപ്ഷൻ. ഓക്കെ, 2023 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ്. ലോ കിലോമീറ്റർ അല്ലേ? ലോ കിലോമീറ്റർ. 2 വർഷം കൊണ്ട് 2 വർഷം കറക്റ്റ് ആയിട്ടുണ്ട്. വാറണ്ടി ഇപ്പോൾ 26 വരെ കമ്പനി വാറണ്ടി നിൽക്കായിരിക്കും. ഓക്കെ, അപ്പോൾ 2 വർഷം കൊണ്ട് കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിം റീപ്ലേസ് ഒന്നുമില്ല. പെട്രോൾ IMT ആണ്. ഗിയർ മാറാം, ക്ലച്ച് ഉണ്ടാവില്ല, വണ്ടി ഓഫായി പോകുന്ന പ്രശ്നം അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് പവർ കൂട്ടേണ്ട ഗിയർ ഡൗൺ ചെയ്ത് ഓടിച്ചു പോകാം അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ എത്ര ഇതിനിപ്പോൾ ചോദിക്കുന്നത്? 9,75,000. 9.25 ലക്ഷം ചോദ്യമാണ്. ചെയ്ത് കൊടുക്കാം. അതെ, അത്യാവശ്യം നല്ല കോസ്റ്റ്ലി സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. റൂഫ് കാരിയർ, റൂഫ് റെയിൽ വന്നിട്ടുണ്ട്. ഫുഡ് സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. STK പ്ലസ് തന്നെ സൺറൂഫ് അടക്കം വരുന്ന വാഹനമാണ്. അതെ അതെ. ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ് STK. അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ളത് ഇന്റീരിയർ സീറ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഫുഡ് സ്റ്റെപ്പിന്റെ നമ്മളെ ഈ ഒരു റണ്ണിംഗ് ബോർഡിൽ വന്നിട്ടുള്ള ആഡ് ഓൺ ആണ്. പിന്നെ റൂഫ് റെയിൽ ആഡ് ഓൺ ആണ്. കുറച്ച് ഫിറ്റിംഗ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. മൈലേജ് ഒരു 12 to 15 ആ റേഞ്ച് മൈലേജ്. ഹൈവേയിൽ ഒരു 16 ആ ഒരു ഇതിലൊക്കെ പ്രതീക്ഷിക്കാം. 13 അറൗണ്ട് നമുക്ക് സിറ്റിയിൽ പ്രതീക്ഷിക്കാം. 12-13 ഏകദേശം സിറ്റി ഡ്രൈവിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, എത്ര ലോണ് ചാൻസ് ഉണ്ട്? മാക്സിമം ചെയ്ത് കൊടുക്കാം നമുക്ക്. 9 lakh വരെയൊക്കെ മാക്സിമം ഫണ്ട് ചെയ്യാൻ പറ്റും. അടുത്തൊരു ക്രെറ്റയാണ്, പഴയ ഷേപ്പ്, അതായത് ഇപ്പോഴത്തെ തന്നെ മുന്നത്തെ ഷേപ്പാണ്. ഇതേതാ മോഡൽ? 2019 ആണ്. ഏതാ ഓപ്ഷൻ? SX ഓപ്ഷണൽ, ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി. ടോപ്പ് ലോഡ്, അതായത് സൺറൂഫ്, 6 എയർ ബാഗ്സ്, അലോയ്സ്, പ്രൊജക്ടർ ഹെഡ് ലാംപ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ് അല്ലേ? എത്ര കിലോമീറ്റർ? 46,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പ്. 6 വർഷം കൊണ്ടാണ്, കുറവാണ്. നോർമൽ ഓടത്തുനിന്നും കുറച്ച് കുറവാണ്. പെട്രോൾ മാനുവൽ ഓപ്ഷൻ ആണ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 46,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ പെട്രോളിൽ നിന്ന് പറയുമ്പോൾ 1.6 ആണ്. പവറാണ് ക്രെറ്റൻ്റെ എല്ലാവരും മെയിനായിട്ട് നോക്കുന്നത്. എടുക്കുന്ന എല്ലാവരും ആ ഒരു പവർ കൊണ്ട് തന്നെയാണ്, ഡ്രൈവിംഗ് കംഫർട്ട് കൊണ്ട് തന്നെയാണ് എടുക്കുന്നത്. മൈലേജ് നോക്കുകയാണെങ്കിൽ ഒരു 10 to 13 ആ റേഞ്ചൊക്കെ മൈലേജ് ആണ്. ഓക്കെ, ആ പവർ കംഫർട്ട് അതിന് തന്നെയാണ് അല്ലേ, വിത്ത് സേഫ്റ്റിയും. ഓക്കെ, എത്ര ഇതിനിപ്പോൾ ചോദിക്കുന്നത് നമ്മൾ? 10,25,000. 10.25 ലക്ഷം രൂപയ്ക്ക് 2019 SX ഓപ്ഷനിൽ 46,000 കിലോമീറ്റർ മാത്രം ഓടിയ, ഒരു ക്ലെയിമും ഇല്ലാത്ത ഒരു അടിപൊളി ക്രെറ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 9.5 ലോണ് ചാൻസ് ഉണ്ടോ? മാക്സിമം നമ്മൾ ചെയ്ത് കൊടുക്കാം, പറ്റും. ഓക്കെ, സർവീസ് ഹിസ്റ്ററി എല്ലാം പ്രോപ്പർലി? ഫുൾ ഹിസ്റ്ററി ഉണ്ട്. സോണറ്റിന്റെ എല്ലാ ഹിസ്റ്ററി ഉണ്ട്. നമുക്ക് ഡീലർഷിപ്പ് ഡീറ്റെയിൽ കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ നമുക്ക് എടുത്തിട്ട് കൊടുക്കാൻ പറ്റും. അതെ, ഓക്കെ. ഹിസ്റ്ററി നോക്കുമ്പോൾ ഓരോ 10,000 കിലോമീറ്റർ കൂടുമ്പോൾ ഹിസ്റ്ററി സ്റ്റാർട്ടിങ് തൊട്ട് കറക്റ്റ് ചെക്ക് ചെയ്യാം, എവിടുന്നായാലും അല്ലേ? അതെ. ഓക്കെ, അടുത്തതാ സെൽട്ടോസ്. ക്രെറ്റയുടെ സെയിം കാറ്റഗറി വണ്ടി തന്നെ, സെയിം കമ്പനി തന്നെയാണ് എല്ലാം. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? 2021 മോഡലാണ്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ്. സെൽട്ടോസ് HTK പ്ലസ് IMT പെട്രോൾ. സോണറ്റ് പോലെ തന്നെ അതേ ഓപ്ഷൻ. അതെ, സൺറൂഫും കാര്യങ്ങളൊക്കെ പ്ലസ് ആണ്. IMT വേരിയന്റ് ആണ്. പെട്രോൾ 2021 ആണ് മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പിൽ 89,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. 89,021 മോഡൽ HTK പ്ലസ്. ക്ലച്ച് ഉണ്ടാവില്ല, ഗിയർ മാറ്റാം, അതേ സംഭവം തന്നെ. എന്താ നല്ല പ്രീമിയം സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? കമ്പനി കവർ തന്നെ. സെൽട്ടോസ് ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ, എല്ലാം തോന്നുന്നു അല്ലേ? ഓക്കെ, ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിം റീപ്ലേസ് ഒന്നുമില്ല, അങ്ങനത്തൊന്നുമില്ല. ഹിസ്റ്ററി പ്രോപ്പറല്ലേ? ഇതിൻ്റെ പ്രോപ്പറാണ്, നമുക്ക് ചെയ്ത് കൊടുക്കാം. സെൽട്ടോസിന് സാധാരണ സോണറ്റിനേക്കാൾ മൈലേജ് കിട്ടുന്നുണ്ടെന്ന് പറയുന്നേക്കാം. സോണറ്റാണ് ചെറിയ വണ്ടി, പക്ഷേ ഇതിന് കുറച്ചും കൂടി മൈലേജ് ഉണ്ടെന്ന് പറയുന്നേക്കാം. ലോങ്ങിൽ 16-17 വരെയൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നേക്കാം ലോങ്ങിൽ. ഓക്കെ, ടൗണിൽ എന്തായാലും ഒരു 12 റേഞ്ച് ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു മൈലേജ് എന്ന് പറഞ്ഞാൽ 12-13 ഒക്കെ ആയിരിക്കും. ബാക്കി ഓരോരുത്തരെ ഡ്രൈവിംഗ് സ്കില്ലും പോകുന്ന റോഡും അതൊക്കെ ഡിപ്പെൻഡ് ആയിരിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ 17 എന്നൊക്കെ പറയുന്ന സമയത്ത് എങ്ങനെയായാലും ഒരു 13 കിലോമീറ്റർ ഒക്കെ നമുക്ക് സിറ്റിയിലും ലോങ്ങിൽ നമുക്കൊരു 16 എന്തായാലും കിട്ടേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരും കേട്ടോ. അലോയ്സ് അടക്കമുള്ള എല്ലാ ഇത് അലോയ്സ് തന്നെ അല്ലേ?
അലോയ്സ് തന്നെ. അലോയ്സ് ആണ്. ഓക്കെ, പെട്ടെന്ന് ഡൗട്ട്. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? 10.5 ലക്ഷം രൂപ. 10,50,000 2021 സെൽട്ടോസ് HTK+ IMT ആണ്, മാനുള്ള IMT വാഹനമാണ്. ഓക്കെ, ഇതും ഒരു 90% ലോൺ കിട്ടുമല്ലോ? ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാ ന്യൂ ഷേപ്പ് വേണ്ടവർക്ക് ന്യൂ ഷേപ്പ് ക്രെറ്റയുണ്ട്. എങ്ങനെയാ മോഡലൊക്കെ ഇത്? 2022 മോഡല് ക്രെറ്റ SX ഓപ്ഷണൽ വരുന്ന നൈറ്റ് എഡിഷൻ, ലിമിറ്റഡ് എഡിഷൻ വരുന്ന നൈറ്റ് എഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻ്റ് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് 22 മോഡലിൽ ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് ഡീസൽ ക്രെറ്റയാണ്. അതെ, മൈലേജ് ലോങ്ങിലൊക്കെ ഒരു 15 കിട്ടും അല്ലേ? 16 ഏകദേശം കിട്ടും. ഓട്ടോമാറ്റിക് ഡീസലാണ്. നൈറ്റ് എഡിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പ്രൈസ് കൂടുതലേ? നോർമൽ പ്രൈസ് വരുന്നുണ്ട്. ഓക്കെ, ലിമിറ്റഡ് എഡിഷൻ ആണ് വന്നിട്ടുള്ളത്. ഡ്യുവൽ ടോൺ കളേഴ്സ് വന്നിട്ടുണ്ട്. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, 2022 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ്. വാറണ്ടി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? 5-ാം മാസമാണ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? 18 ലക്ഷം. 18 ലക്ഷം ഡീസൽ ഓട്ടോമാറ്റിക് 2022 മോഡൽ നൈറ്റ് എഡിഷൻ ക്രെറ്റയാണ്. ഓട്ടോ എത്രയുണ്ട്? 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. വലിയ ഓട്ടോ കൂടുതലൊന്നും പോയിട്ടില്ല, നോർമൽ ഓട്ടോ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 18 ചോദ്യം. 18 ലക്ഷം, ഒരു 15-16 റേഞ്ചൊക്കെ ലോൺ കിട്ടും. 15-16 നമുക്ക് ചെയ്ത് കൊടുക്കാം, ലോൺ ചെയ്ത് കിട്ടും. ഓക്കെ, അടുത്ത വണ്ടി. അങ്ങനെ നമ്മൾ 7 സീറ്ററിലേക്ക് വന്നു. ക്രിസ്റ്റയാണ്. ക്രിസ്റ്റ എന്ന് പറയുമ്പോൾ ഇവിടെ ഒറിജിനൽ കേരള വണ്ടികൾ തന്നെയാണ് എല്ലാം ചെയ്യാറുള്ളത് അല്ലേ കൂടുതൽ? ഓക്കെ, ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് 3.5 ലക്ഷത്തിനും 4 ലക്ഷത്തിനൊക്കെ ക്രിസ്റ്റ ഉണ്ടെന്നാണ് പുതിയ വീഡിയോസ് അപ്ഡേറ്റ്. അപ്പോൾ കേരള വണ്ടി നോക്കുന്നവരാണെങ്കിൽ കിട്ടുന്നവർ അവിടെ നിന്ന് എടുക്കട്ടെ. അതെ, കേരള വണ്ടി നോക്കുന്നവരാണെങ്കിൽ അവർ ഇത് തന്നെ എടുക്കും അല്ലേ? ഓക്കെ, ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? 2022 മോഡലാണ്. Z ഓട്ടോമാറ്റിക് ഡീസൽ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ്. 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. 38,000 വലിയ ഓട്ടം പോയിട്ടില്ല. ക്രിസ്റ്റയൊക്കെ സംബന്ധിച്ച് വളരെ കിലോമീറ്റർ ലോ തന്നെയാണ്. ഒരു പെട്രോൾ വണ്ടി കൊടുത്ത ഓട്ടോ പോയിട്ടുള്ളൂ. 38,000 2022 മോഡൽ. ഏറ്റവും ടോപ്പിൻ്റെ Z ഓട്ടോമാറ്റിക് ക്രിസ്റ്റ, ഒറിജിനൽ കേരള വണ്ടി. KL 14 രജിസ്ട്രേഷൻ വാഹനമാണ് അല്ലേ? ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ചെറിയ ക്ലെയിം ഉണ്ട്. എന്താ? ബാക്ക് ബമ്പറും ഒരു ബ്രേക്ക് ലൈറ്റും റീപ്ലേസ് ഉണ്ട്. ലെഫ്റ്റാ റൈറ്റാ? ബ്രേക്ക് ലൈറ്റ് ഏതാ പോയത്? ലെഫ്റ്റ്. റൈറ്റ്, സോറി. ഓക്കെ, റൈറ്റ് സൈഡ്. വണ്ടിയുടെ റൈറ്റ് സൈഡിൽ പോയിട്ടുണ്ട്. ടെയിൽ ലൈറ്റ് റീപ്ലേസ് ഉണ്ട്, ബാക്ക് ബമ്പർ റീപ്ലേസ് ഉണ്ട്. അതേ ക്ലെയിം ഉള്ളൂ. ഷോറൂമിൽ തന്നെയാണ്. എല്ലാ ഹിസ്റ്ററിയും കൊടുക്കാം. മേജർ അല്ല, ചെറിയൊരു ഇതിൽ റീപ്ലേസ് വന്നതാണ്. ഓക്കെ, സിംഗിൾ ഓണർ. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? 30 ലക്ഷം രൂപ. 30,50,000 രൂപ. അത് റേറ്റ് ഫൈനലല്ലോ? എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, 30,50 Z ഓട്ടോമാറ്റിക് 2022 മോഡൽ. വാറണ്ടി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല, 9-ാം മാസം വരെ ഉണ്ട്. 9-ാം മാസം വരെ ഇപ്പോൾ കമ്പനി വാറണ്ടി, ടൊയോട്ടയുടെ വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. 30,50,000 Z ഓട്ടോമാറ്റിക്. ഓക്കെ, ലോൺ ഒരു 28 കിട്ടും. നമുക്കൊരു 27 രൂപ ചെയ്ത് കൊടുക്കാം. 27 വരെ. ഓക്കെ, അടുത്ത ക്രിസ്റ്റ ഒരു പേർപ്പിൾ കളറാണ് അല്ലേ? ഇതിൻ്റെ രജിസ്ട്രേഷൻ ഏതാ? KL 65 65 തിരൂരങ്ങാടി രജിസ്ട്രേഷൻ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2021 മോഡൽ. സോറി, 2019 മോഡലാണ്. 19 ആണ്. ഓക്കെ, 2019 മോഡല് വി മാനുവൽ. ടോപ്പിന്റെ താഴെ മാനുവൽ ഓപ്ഷൻ ആണ് അല്ലേ? മിഡിൽ ഓപ്ഷൻ മാനുവൽ ആണ്. 2019. ഓട്ടോ എത്ര പോയി? 61,000 കിലോമീറ്റർ. 61. ഓക്കെ, 65,000 രജിസ്ട്രേഷൻ ആയിട്ട് സെയിം ആയിരുന്നു അല്ലേ? ഓക്കെ, ഇതിൽ ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒരു ഡോർ ഉണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ള ബാക്ക് ഡോർ ഉണ്ട്. ലെഫ്റ്റ് സൈഡാ റൈറ്റാ? സോറി, ആ സൈഡ്. റൈറ്റ് സൈഡ്. നമ്മൾ സൈഡ് മാറുമ്പോൾ നമ്മുടെ സൈഡ് മാറി പോകുന്നുണ്ട്. റൈറ്റ് സൈഡുള്ള ബാക്ക് ഡോർ. അത് ആക്സിഡന്റ് അല്ല, പാർക്കിങ്ങിൽ പില്ലറിൽ സ്ക്രാച്ച് വന്നിട്ടുള്ള. നമുക്ക് കസ്റ്റമർക്ക് ഫോട്ടോ അടക്കം കാണിച്ചു കൊടുക്കാം. റീപ്ലേസ് എന്തുകൊണ്ടാണ് ചെയ്തതെന്നുള്ളതിന്റെ ഫോട്ടോ ഉണ്ട്. ഡോറിന് ചെറിയൊരു ഡെന്റും സ്ക്രാച്ചും വന്ന സമയത്ത് കസ്റ്റമർ ക്ലെയിം ചെയ്തു. അതെ, അങ്ങനെ റീപ്ലേസ്. എബ്രോഡുള്ള കസ്റ്റമറാണ്. ഇതൊരു ഷിപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ്. പുള്ളി എല്ലാ സർവീസും കാര്യങ്ങളൊക്കെ കൊടുക്കാറ്. അങ്ങനെ ഷോറൂമിൽ കൊടുത്തു. കൊടുത്ത സമയത്ത് അത് റീപ്ലേസ് വന്നതാണ്. ആക്സിഡന്റ് ആയിട്ട് റീപ്ലേസ് വന്നു. കൊടുത്ത സമയത്ത് അവിടുന്ന് പറ്റിയതാ? അല്ല, ഇവിടുന്ന് പാർട്ടിയുടെ അടുത്ത്. അതെ. അപ്പോൾ ഇതിനെത്ര ചോദിക്കുന്നത് ഇപ്പോൾ? 21.5 ലക്ഷം രൂപ. 21,50,000 രൂപയ്ക്ക് ഒരു ക്രിസ്റ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2019 മോഡൽ വി ഓപ്ഷൻ മാനുവൽ ആണ് വാഹനം. ലോൺ എത്ര കിട്ടൂല്ലേ? നമുക്ക് എങ്ങനെയായാലും ഒരു 10-17 രൂപ 18 രൂപ വരെ നമ്മൾ മാക്സിമം ചെയ്തു ചാൻസ് ഉണ്ട് അല്ലേ? അടുത്തത് ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് പ്രീമിയം സെഗ്മെന്റ് വന്നിരിക്കുകയാണ്. മിനി കൂപ്പർ എസ് കൺട്രിമാൻ അല്ലേ? ഓക്കെ, എപ്പോൾ വന്നാലും ഇവിടെ ഒരു മിനി ഉണ്ടാവും. പല വീഡിയോസിനും കാണിക്കാറുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഡീറ്റെയിൽ? എസ് കൺട്രിമാൻ പെട്രോൾ വേരിയന്റ്. ഓക്കെ, 2013 മോഡല്. PY രജിസ്ട്രേഷൻ. പോണ്ടിച്ചേരി. പോണ്ടിച്ചേരി. ഓക്കെ, എവിടെ? മാഹി തന്നെയാണോ അതോ?
അവിടെയാണോ ചെയ്തിട്ടുള്ളത്? എവിടെയാ? മാഹിയാണ്. മാഹിയാണ്. ഓക്കെ. PV രജിസ്ട്രേഷൻ ആണ് വണ്ടി. നിലവിൽ ഓണർഷിപ്പ് തേർഡാണ്. കിലോമീറ്റർ ഡ്രിവൺ 71,000 കിലോമീറ്റർ. 71,000 2013 പെട്രോൾ മിനി കൂപ്പർ. മിനി കൂപ്പർ എസ് കൺട്രിമാൻ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ക്ലെയിം റീപ്ലേസ് ഒന്നുമില്ല. വീൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ടയേഴ്സ് ഒരു 70-80% ടയേഴ്സ് ബാലൻസ് വരുന്നുണ്ട്. എക്സോസ്റ്റ് വരുന്നുണ്ട്. ഇപ്പം ആകെ ഒരു അപാകത എന്ന് പറയാം തേർഡ് ഓണറിലേക്കാണ്. ഓണറാണ്. ഇത് നമ്പർ നമുക്ക് അവിടെ തന്നെ നമുക്ക് നെയിം ട്രാൻസ്ഫർ ചെയ്തിട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് റീ ചെയ്ത് കൊടുക്കാം. ഓക്കെ. റീ ആവുകയാണെങ്കിൽ എത്ര വരും കേരളത്തിലേക്ക് വരുമ്പോൾ? ആവുകയാണെങ്കിൽ എങ്ങനെയാലും ഒരു 4 ലക്ഷം രൂപ കാണേണ്ടി വരും. അല്ലേ? ഓക്കെ. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? 15,80,000. 15,80,000 2013 76,000 കിലോമീറ്റർ ഓടിയ 71,000 കിലോമീറ്റർ ഓടിയ കൺട്രിമാൻ നിങ്ങൾക്ക് കൊണ്ടുപോകാം. പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഓക്കെ. മാറണമെങ്കിൽ 4 കണ്ടി വരുന്നു പറഞ്ഞു. മാറേണ്ട ആവശ്യം ഉണ്ടാവില്ല, നമുക്ക് നെയിം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഓക്കെ. ലോണ് ചാൻസ് ഉണ്ടോ ഇങ്ങോട്ടേക്ക് മാറാതെ? മാക്സിമം നമുക്ക് ട്രൈ ഒരു 2 വർഷത്തേക്കൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ. നിലവിൽ ഇതിന്റെ മെക്കാനിക്കൽ അവസ്ഥ എന്താ? എല്ലാം കണ്ടീഷനാണ്, എല്ലാം വർക്കിംഗ്. സർവീസ് ഒക്കെ പ്രോപ്പറാണ്. ഇഷ്ടമൊക്കെ ഉണ്ട്. അടുത്ത 2 ഫോർച്യൂണറുകളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇത് ലെക്സസിന്റെ കിറ്റൊക്കെ ചെയ്ത വണ്ടിയാണ്. ഇത് നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടോ? നമ്മളിത് സെയിൽ ചെയ്തിട്ട് നമുക്കിത് രണ്ടാമത് വേറൊരു എക്സ്ചേഞ്ച് ഓപ്ഷനായിട്ട് വന്നു. സെയിൽ ചെയ്ത് വീണ്ടും വന്നു. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2017 മോഡലാണ്. ന്യൂ ഷേപ്പ് വരുന്ന ഫോർച്യൂണർ 4 വീൽ ഓട്ടോമാറ്റിക് ആണ്. 4 വീൽ ഓട്ടോമാറ്റിക്. അതെ. ഓക്കെ. 17 മോഡൽ ഒറിജിനൽ കേരള വണ്ടിയാണ്. കുറച്ച് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. ലെക്സസിന്റെ ബോഡി കിറ്റ് ആഡ് ഓൺ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സസ്പെൻഷൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ടീം എന്ന് പറഞ്ഞിട്ടുള്ള ഓൾമോസ്റ്റ് ഒരു 2 lakh വർത്ത് വരുന്ന സസ്പെൻഷൻ അപ്ഗ്രേഡഡ് ആണ്. ബോഡി കിറ്റ്സ് ആഡ് ഓൺ ആണ്. 1,27,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നിലവിൽ. 1,27 കിലോമീറ്റർ ആണ്. കമ്പനി സർവീസ് ഹിസ്റ്ററി ഉണ്ട്. 4 വീൽ ഓട്ടോമാറ്റിക്. അതെ. ഓക്കെ. വേറെ ക്ലെയിം കാര്യങ്ങൾ എന്തെങ്കിലും? ചെറിയ ക്ലെയിം ഉണ്ട്. ഇതിന്റെ ബമ്പറും ഒരു ഹെഡ്ലൈറ്റും റീപ്ലേസ് ഉണ്ട്. ഓക്കെ. ഓണർഷിപ്പ് ഇപ്പം എത്രയാണ്? ഇപ്പം തേർഡ് ആയിട്ടുണ്ട്. നിലവിൽ തേർഡ്. സെക്കൻഡിൽ വിറ്റല്ലേ? ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? പ്രൈസിങ് നമ്മൾ 29 ലക്ഷം. ഒറിജിനൽ കേരള വണ്ടി 2017 4 വീൽ ഓട്ടോമാറ്റിക് ഫോർച്യൂണർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ. മാക്സിമം ലോൺ കയറുമോ? ചെയ്യാം. ഓക്കെ. അടുത്തൊരു ബ്ലാക്ക് ഉണ്ട്, അതിനെ പറ്റി. അടുത്തത് ബ്ലാക്ക് ഫോർച്യൂണർ KL 11 കോഴിക്കോട് വാഹനമാണ് അല്ലേ? അതെ. ഓക്കെ. നല്ല മഴ പെയ്ത് കൊടുക്കുക പുറത്ത്. അപ്പോൾ കിട്ടുന്ന വണ്ടിയെല്ലാം എടുത്ത് അത് കയറ്റിയിട്ടാണ് അല്ലേ? ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മളിൽ ഒരു ഫോർച്യൂണർ ഉണ്ടായിരുന്നു, ബ്ലാക്ക് തന്നെ. അതായത് അല്ല, ഓക്കെ, ബ്ലാക്ക് വന്നു ഞാൻ പറഞ്ഞത്. ഇത് കോഴിക്കോട് KL11 രജിസ്ട്രേഷൻ വണ്ടിയാണ്. അത് പോയോ? ലാസ്റ്റ് വീഡിയോ സെയിലായി. ടയേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സെയിലായി. വീണ്ടും അതേപോലെ തന്നെയുള്ള ഒരു ബ്ലാക്ക് ഫോർച്യൂണറാണ്. ഇത് കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഫാൻസി നമ്പറാണ്. 2023 മോഡലാണ്. 1006 നമ്പർ. കോഴിക്കോട് രജിസ്ട്രേഷൻ. സോറി, റിപ്പീറ്റേഷൻ വരുന്നുണ്ടല്ലേ? അല്ല, റിപ്പീറ്റേഷൻ വന്നത് 23 മോഡല്. 2006 മോഡല്. സിംഗിൾ ഓണർഷിപ്പ്. 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 2 വീൽ ഓട്ടോമാറ്റിക് ഡീസൽ. 2 വീൽ ഓട്ടോമാറ്റിക് ഡീസൽ വാഹനമാണ്. 2026 5-ാം മാസം വരെ കമ്പനി വാറണ്ടിയിൽ വാഹനം. ഓക്കെ. ഇപ്പോൾ റീസെന്റ് 40,000 സർവീസ് ഒക്കെ ഷോറൂമിൽ നിന്ന് കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി അടുത്തൊരു 50 ചെയ്താൽ 50 കിലോമീറ്റർ ചെയ്താൽ മതി. ഓക്കെ. വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിം ഡിക്കി റീപ്ലേസ് ഉണ്ട്. ഗ്ലാസ് ഇല്ല, ഡിക്കി മാത്രം. ഒരു ഓട്ടോ തട്ടിയതാണ്. ഓട്ടോ തട്ടിയിട്ട് ഗ്ലാസ് റീപ്ലേസ് ഇല്ല. ഡിക്കി ഡോറ് മാത്രം റീപ്ലേസ് വന്നിട്ടുണ്ട്. ഗ്ലാസ് സെയിം തന്നെയാണ്. ഓക്കെ. അപ്പോൾ എത്ര കൊടുക്കാം നമുക്കിത്? 42 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഇത് പുതിയ എത്ര വരുന്നുണ്ട്? ഏകദേശം 50 ലക്ഷം രൂപ വരുന്നുണ്ട്. ഇപ്പോൾ 2 വീൽ ഓട്ടോമാറ്റിക് ഡീസൽ 2023 കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന ഫോർച്യൂണറാണ്. ഓക്കെ. എത്ര ലോണ് കിട്ടാൻ ചാൻസ് ഉണ്ട്? എങ്ങനെയായാലും ഒരു 38 ലക്ഷം 37 നമുക്ക് ചെയ്ത് കൊടുക്കും. അത്രയും കിട്ടും. അതെ. ഓക്കെ. അടുത്ത വണ്ടിയിലുണ്ട് ഒരു സെഡാൻ കാറ്റഗറി ഉണ്ടേ അല്ലേ? ഹോണ്ട സിറ്റി. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഹോണ്ട സിറ്റി ZX ഡീസൽ. ZX ഡീസലാണ് വാഹനം. അതെ. ഓക്കെ. ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. അതെ, ഏറ്റവും ടോപ്പിൽ വരുന്ന ഓപ്ഷനാണ്. 2017 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. 95,000 കിലോമീറ്റർ, 95,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഓക്കെ. ഒരു ഡീസൽ വണ്ടിയാണ്. അതിൻ്റെ ഒരു ഓട്ടം പോയിട്ടുണ്ട് അല്ലേ? 17. പിന്നെ മൈലേജ്
20-ന് മുകളിൽ മൈലേജ് എന്തായാലും കിട്ടും. അതാണ് ഇതിന്റെ ഒരു ഉറപ്പ്. പിന്നെന്ന് വെച്ചാല് സാധാരണ സർവീസ് ചെയ്ത് കറക്റ്റ് കൊണ്ടു നടന്നാൽ നീറ്റായിട്ട് കൊണ്ടു നടന്നാൽ ഒരു കുഴപ്പമില്ലാണ് അങ്ങനെ ഓടും അല്ലേ? ഓക്കെ. ഇതിപ്പോ സർവീസ് ഒക്കെ പക്ക പോയിട്ടുണ്ടോ? ഉണ്ട്. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2017 മോഡൽ ടോപ്പ് എൻഡ് വരുന്ന ഓപ്ഷൻ. 8,15,000 നമ്മൾ ചോദിക്കുന്നത്. 8,15. ഓക്കെ. 8,15,000 ചോദ്യമാണ്. ലോൺ ഒരു 7.5 കിട്ടും. നമുക്കൊരു 6 രൂപ 7-ന്റെ ഉള്ളിലായിട്ട് ചെയ്തു കൊടുക്കാം. ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട്. അടുത്ത വീണ്ടും ഒരു ക്രിസ്റ്റ തന്നെയാണ്. KL 48 വടക്കാഞ്ചേരി രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2016 മോഡൽ Z ഓട്ടോമാറ്റിക് 2.8 Z ടോപ്പ് എൻഡ് ഡീസൽ ഓപ്ഷൻ ഓട്ടോമാറ്റിക്. 90,000 കിലോമീറ്റർ നിലവിൽ വണ്ടി ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് അല്ലേ? അതെ. 2016 ആണ്. സ്റ്റാർട്ടിംഗ് മോഡലാണ് ക്രിസ്റ്റന്റെ. അതെ. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ക്ലെയിം ഇല്ല. സർവീസ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ഷോറൂം ഉണ്ട്. കേരള വണ്ടി ലാസ്റ്റിലുള്ള ഒരു സർവീസ് ഷോറൂം മിസ്സിംഗ് ആണ്. ബാക്കിയുള്ള എല്ലാ സർവീസും ഷോറൂം ഉള്ളതാണ്. കേരള വണ്ടിയാണ് അല്ലേ? കേരള വണ്ടി. കേരള വണ്ടി 123 ആണ് വണ്ടിയുടെ നമ്പർ. 123 ഫാൻസി നമ്പർ ആണ്. 123 ആണ്. എത്ര ചോദിക്കുന്നത് ഇപ്പോൾ? 18,75. 18,75,000 രൂപയ്ക്ക് Z ഡീസൽ ഓട്ടോമാറ്റിക് 2016 കേരള ക്രിസ്റ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ എത്ര കയറും? ലോൺ എങ്ങനെയായാലും നമുക്കൊരു 16 രൂപ 15 സംതിങ് 16-ന്റെ അടുത്തായിട്ട് ചെയ്തു കൊടുക്കും. ക്ലെയിം ഒന്നുമില്ലല്ലോ പറ? നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനവും ഒരു പ്രീമിയം സെഗ്മെന്റ് ആണ്. മെഴ്സിഡസ് ബെൻസ് C220D കേരള വണ്ടി. ഒറിജിനൽ കേരള. ഓക്കെ. ബ്ലാക്ക് കളർ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2014 ആണ് മോഡൽ വരുന്നത്. ഓക്കെ. അന്ന് CBU വന്നിട്ടുള്ള ഓപ്ഷനാണ്. അത് ശരി. ഇമ്പോർട്ടഡ് ആണ്. അതെ. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. 1,24,000 കിലോമീറ്റർ നിലവിൽ ഇപ്പോൾ വണ്ടി ഓടിയിട്ടുണ്ട്. ടോട്ടൽ 2014 14. ഓക്കെ. 10 വർഷം 11 വർഷം പഴക്കം വരുന്നുണ്ട്. 1,24,000 കിലോമീറ്റർ ആണ് വണ്ടി നിലവിൽ ഓടിയിട്ടുള്ളത്. വേറെ ക്ലെയിമും കാര്യമൊന്നും? ക്ലെയിം ഇല്ല, റീപ്ലേസ് ഇല്ല. ലാസ്റ്റ് സർവീസ് വരെ ചെയ്തിട്ടുള്ളത് 0 to ലാസ്റ്റ് സർവീസ് വരെ ചെയ്തിട്ടുള്ളത് ബെൻസിന്റെ ഷോറൂമിൽ നിന്ന് മാത്രമാണ്. ഓക്കെ. കംപ്ലീറ്റ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? 19 ലക്ഷം. 19 ലക്ഷത്തിന് 2014 C220D ഒറിജിനൽ കേരള ഇമ്പോർട്ടഡ് വെഹിക്കിളാണ്. ഇപ്പോൾ CBU ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ. CBU ആണ്. കേരളത്തിൽ സിംഗിൾ ഓണർ ആണ്. അതാണ്. പിന്നെ എല്ലാ സർവീസും ഷോറൂമും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. സർവീസ് അല്ല. ഇതിന്റെ ഇൻഷുറൻസ് IDV നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞതിനെക്കാട്ടും കൂടുതൽ ഇൻഷുറൻസ് IDV നിലവിൽ വരുന്നുണ്ട്. ടയേഴ്സിനാലും നല്ല ടയേഴ്സാണ് വരുന്നത്. വണ്ടിയിൽ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. വണ്ടിയുടെ ഇന്റീരിയർ ആണെങ്കിലും വണ്ടിയുടെ ബോഡി ആണെങ്കിലും അത്രയും നല്ല ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. ഓക്കെ. എന്തായാലും അത്രയേ ഉള്ളൂ. ലോൺ കിട്ടുമോ അതിൽ? ചെയ്യാം. എത്ര വരെ? മാക്സിമം നോക്കിയിട്ട് ചെയ്തു. 15-ന്റെ മേലെ കിട്ടും? ചെയ്യാം. കിട്ടും. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കാർ സ്റ്റോറിൽ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽ നമ്മുടെ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചോളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ വിട്ടുപോകരുത്. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാവർക്കും നന്ദി. ബൈ. താങ്ക് യു. ബൈ.